ഹായ് ഓൾ. സോ ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെയും മോളുടെയും കൂടെ ഞാൻ വായിക്കുകയും കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്ത കൊച്ചു കുട്ടികളായിട്ടിരുന്നപ്പോൾ കേട്ടോ, വലിയ കുട്ടികളാകുമ്പോഴല്ല, ഒരു 6 മാസം മുതൽ ഒരു 1.5 വയസ്സ് 2 വയസ്സ് വരെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2-3 നല്ല ബുക്കുകൾ കാണിക്കാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളുടെ കളക്ഷനിലുള്ള ബുക്സുകൾ കുറച്ചായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. മോളും കൂടി ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഈ ബുക്കുകളൊക്കെ പതുക്കെ നമ്മളെ വിട്ട് പോവും. അപ്പം ഇതൊക്കെ നമുക്കങ്ങനെ ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ഈ ബുക്സൊക്കെ. കാരണം ഒരുപാട് സമയം കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ഈ ബുക്സ് ത്രൂ ആണ് ഉണ്ടായിട്ടുള്ളത്. സോ അതെനിക്ക് കളയണ്ട, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതേപോലെ എന്നോട് ഫ്രണ്ട്സായാലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മോൻ ഇത്രയും പെട്ടെന്ന് വായിച്ചു തുടങ്ങിയത്, അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ ഓരോരുത്തരായിട്ടായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഓർക്കും ഒരു വീഡിയോ ഉണ്ടാക്കണം എന്നൊക്കെ. എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നോ ബെനിഫിറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഇത്, അതുകൊണ്ട് ചെയ്യുകയാണ്. അപ്പം ഇത് ദ വെരി ഹംഗ്രി കാറ്റർപില്ലർ ബൈ എറിക് കാൾ. ഇതൊരു ക്ലാസിക് ബുക്കാണ്. ഇതിലൊരു കാറ്റർപില്ലർ ആക്ച്വലി ഒരു ലൈഫ് സൈക്കിൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ കാറ്റർപില്ലർ വന്ന് പല ഫ്രൂട്ട്സ് കഴിക്കുന്നു, പല ദിവസങ്ങളിൽ കഴിക്കുന്നു, എത്ര എണ്ണം കഴിക്കുന്നു എന്നുള്ളതും വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു ബുക്കായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ വരും. സണ്ണിനെ കുറിച്ച്, അതേപോലെ മൂണിനെ കുറിച്ച്, പിന്നെ ഫ്രൂട്ട്സ്, ഡേയ്സ് ഓഫ് ദ വീക്ക്, നമ്പർ, കൗണ്ടിങ്, പിന്നെ ഹെൽത്തി ഈറ്റിംഗ്, അതായത് ഫ്രൂട്ട്സ് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നു, അത് കഴിഞ്ഞ് അൺഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനം കഴിച്ച് കഴിയുമ്പം കാറ്റർപില്ലറിന് സ്റ്റൊമക്ക് ഏക്ക് വരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഫസ്റ്റ് ബുക്ക്. രണ്ടാമത്തെ ബുക്ക് ബ്രൗൺ ബെയർ വാട്ട് ഡു യു സീ. ഇതിലും കുറേ ആനിമൽസിൻ്റെ പിക്ചേഴ്സൊക്കെയാണ്. ഇതിൻ്റെ ഇലസ്ട്രേഷനും ഓൾമോസ്റ്റ് സിമിലർ ടു ഹംഗ്രി കാറ്റർപില്ലറാണ്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക്. എന്തുകൊണ്ടാണെന്നറിയില്ല. അതിൻ്റെ ഇലസ്ട്രേഷൻസ് ആവാം, വലിയ ഇമേജസും കുറച്ച് ലെറ്റേഴ്സും ഉള്ളൂ. ആൻഡ് ബോർഡ് ബുക്കാണ്. വളരെ ഈസി ആയിട്ട് അവർക്ക് നോക്കാനും മറിച്ച് നോക്കാനും ഹാൻഡിൽ ചെയ്യാനും. പിന്നെ ഒരു ടീച്ചർ ലാസ്റ്റ് വരും, കുറേ കുട്ടികളെ കാണും, പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കുറേ ഇതൊക്കെ വരും. അപ്പോൾ ഇതിലിതെല്ലാം പോയിൻ്റ് ചെയ്ത് കുട്ടികൾക്ക് കാണിക്കാം. പിന്നെ ഇതിലെ മെയിൻ കാര്യം ബ്രൗൺ ബെയർ, റെഡ് ബേർഡ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളറും സാധനവും ഒരുമിച്ച് പറയുന്ന ഒരു സ്റ്റേജ് വരുമ്പം വളരെ ഇഷ്ടപ്പെടുന്നൊരു ബുക്കാണെന്ന് തോന്നുന്നത്. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ ബുക്കാണ് ദ വെരി ബിസി സ്പൈഡർ ബൈ എറിക് കാൾ. ഇതിൻ്റെ ബൈൻഡിങ് ഒക്കെ നമുക്ക് പോയിട്ടുണ്ട്, 2 പേരും ഉപയോഗിച്ച്. ഇത് മോനേക്കാളും കൂടുതൽ മോൾക്ക് ഈ ബുക്സാണ് കൂടുതൽ ഇഷ്ടം. ഇത് രണ്ടും മോൻ്റെ ഫേവറേറ്റ്സ് ആയിരുന്നു. മോൾക്ക് ഇതാണ് മോളുടെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇതിൽ എഗെയിൻ ഒരു സ്പൈഡർ വളരെ കഷ്ടപ്പെട്ട് വെബ് പണിയുന്നു, വേറെ പല ആനിമൽസും വന്ന് കളിക്കാനും അതിനൊക്കെ ആയിട്ട് വിളിക്കുന്നു, സ്പൈഡർ ഒന്നിനും പോകുന്നില്ല, അതാണ് കഥ. പക്ഷേ ഇതിലൊരു ടച്ച് ആൻഡ് ഫീൽ സംഭവമൊക്കെ ഉണ്ട്. തൊടുമ്പം നല്ല ഒരു ടെക്സ്ചർ കിട്ടും. പിന്നെ ആനിമൽസിൻ്റെ പേര് അഗെയിൻ. പിന്നെ ഇതിൻ്റെ ഓരോ പേജിലും ഒരു ഹൗസ് ഫ്ലൈ ഉണ്ടാവും, അപ്പോൾ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ കളിക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ സ്പൈഡർ കഷ്ടപ്പെട്ട് പണിത് സ്പൈഡർ വെബ് കംപ്ലീറ്റ് ആവുന്നു ആൻഡ് സ്പൈഡർ ഉറങ്ങാൻ പോകുന്നു, അതാണ് കഥ. അപ്പോൾ അതിൽ സ്പൈഡറിൻ്റെ കഷ്ടപ്പാടും അല്ലെങ്കിൽ അത് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് പണിയെടുക്കുന്നു എന്നുള്ളതും, ഈ ഔള് രാത്രിയാണ് വരുന്നത്, പകലൊക്കെ കിടന്ന് ഉറങ്ങുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ പല ആനിമൽസ്, പിന്നെ ഈ ഹൗസ് ഫ്ലൈനെ പോയിൻ്റ് ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക, ഐ സ്പൈ ഗെയിമൊക്കെ ഭാവിയിൽ കളിക്കാനുള്ള അതിൻ്റെ ഒരു സ്റ്റാർട്ട് പോലെയൊക്കെ കൺസിഡർ ചെയ്യാവുന്ന അഗെയിൻ നല്ല ഇലസ്ട്രേഷൻസ്, കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന, ആ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് അട്രാക്റ്റഡ് ആവുന്ന ഇലസ്ട്രേഷൻസ് ഉള്ള ബുക്സാണ്. ഈ ബുക്സൊക്കെ ഇച്ചിരി കുട്ടികൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഡ്രോയിങ്ങിനായിട്ടും യൂസ് ചെയ്യാം. ലൈക്ക് ക്രയോൺസൊക്കെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ്സ് ആയിട്ടും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ലാതെ നമുക്ക് ഹോഴ്സും അങ്ങനത്തെയൊക്കെ വരയ്ക്കാനായിട്ട് കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ട് ചെയ്യാം, അതിനൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഉപയോഗം. അപ്പോൾ ഇത് 3 ബുക്ക് ആദ്യത്തെ വീഡിയോ. ഇനി അടുത്ത സെറ്റ് ഓഫ് ബുക്ക്സ് അടുത്ത വീഡിയോയിൽ വരും.